അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. എല്ലാവർക്കും നമസ്കാരം. വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അല്പനേരം അറിവിന്റെ പുതിയ ആകാശത്തേക്ക് നമുക്കൊന്നിച്ചു പറക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ദിയ 10C, ആര്യലക്ഷ്മി 10B. കേൾവിയുടെ ലോകത്തു നിന്നും നമ്മൾ ദൃശ്യങ്ങളുടെ വലിയ ലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് ടെലിവിഷനിൽ നിന്നാണ്. ശബ്ദചിത്രങ്ങളിലൂടെ ലോകമഹായുദ്ധങ്ങളും ലോകകപ്പും കണ്ട കാലം. പിന്നെ വിനോദത്തിനും മാനസികോല്ലാസത്തിനും ടെലിവിഷൻ എത്തി. ഇപ്പോൾ കളി കാര്യമായി. ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ കുട്ടികൾ ടിവിക്ക് മുന്നിലേക്ക് ഓടുകയാണ്. നവംബർ 21 ലോക ടെലിവിഷൻ ഡേ. ഈ കൊറോണ കാലത്തെ പഠനത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ ശ്രീമതി KA ബീന ഇപ്പോൾ സംസാരിക്കുന്നു. നമസ്കാരം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായിട്ടാണ് 1996 മുതൽ ആഘോഷിക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ 1996 പാസാക്കിയ ഒരു പ്രമേയത്തോടെയാണ് ലോക ടെലിവിഷൻ ദിനം ലോകമെങ്ങും ആഘോഷിക്കാൻ തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലേഗി ബേർഡ് ടെലിവിഷൻ എന്നുള്ള ആ പെട്ടി, മാന്ത്രിക പെട്ടി കണ്ടുപിടിച്ചത് മുതൽ മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റേഡിയോയുടെ കണ്ടുപിടുത്തം, അച്ചടിയുടെ കണ്ടുപിടുത്തം, അതുപോലെ മനുഷ്യന്റെ സാമൂഹ്യ സാംസ്കാരിക മാനസിക അവസ്ഥകളെ അപ്പാടെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് ടെലിവിഷനിലൂടെ ഉണ്ടായിട്ടുള്ളത്. ലോകമെങ്ങും അതിനുശേഷമുള്ള ജീവിതത്തിലും അതിനു മുമ്പുള്ള ജീവിതത്തിലും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷൻ, പണ്ട് നമ്മൾ മാർഷൽ മക്ലൂഹൻ എന്നുള്ളൊരാൾ ആഗോള ഗ്രാമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയാക്കി. നമുക്കറിയാം, ന്യൂയോർക്കിലെ ട്വിൻ ടവേഴ്സ് വിമാനങ്ങൾ വഴി ഇടിച്ച് തകർക്കുന്ന നിമിഷം, അപ്പോൾ തന്നെ നമ്മളിത് ലോകം അറിയുകയാണ്. ലോകത്തെ ഒരു കോണിൽ എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ ടെലിവിഷനിൽ കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കടന്നുപോയത്. ഇപ്പം പിന്നെ നമുക്കറിയാം, മൊബൈൽ വന്നതോടുകൂടി ടെലിവിഷൻ എന്ന് പറയുന്ന ഇതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ തന്നെ ഒരു പരിധിവരെയുള്ള ആളുകളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോണും അതിൻ്റെ സ്ക്രീനും ഒക്കെ ഒരുപാട് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ശരിക്കും ടെലിവിഷൻ പരിപാടികൾ ആരംഭിക്കുന്നത് 1951 സെപ്റ്റംബർ 15 ഡൽഹിയിലെ ആകാശവാണി ഭവനിലാണ് ശരിക്കും ദൂരദർശൻ പരിപാടികൾ ആരംഭിക്കുന്നത്. ദൂരദർശനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ടെലിവിഷൻ. അതിനുശേഷമുള്ള ടെലിവിഷന്റെ ജൈത്രയാത്ര ഇന്ത്യയിൽ എത്രമാത്രം ആളുകളിലാണ്. ഇപ്പം 83.5 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ ടെലിവിഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. 30 കോടി ആളുകളുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ടെലിവിഷന് നമ്മുടെ സമൂഹത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന മാധ്യമമായി ടെലിവിഷൻ ഈ അടുത്ത കാലത്താണ് മാറിയത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സെൻസർ ചെയ്ത സിനിമകൾ പോലും കുട്ടികൾ കാണാൻ പറ്റാത്തതുണ്ടെങ്കിൽ എഴുന്നേറ്റ് അകത്ത് പോകാൻ പറയുമായിരുന്നു. ഇപ്പം ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എന്തിനും, ടെലിവിഷന് മാത്രമല്ല, ലോകത്തെ ഏത് മാധ്യമത്തിനും 2 തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. നല്ല രീതിയിലും പ്രവർത്തിക്കാൻ പറ്റും, ചീത്ത രീതിയിലും പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഇത് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ഓരോ മനുഷ്യനും പഠിക്കുകയാണ് ആ ഒരു മാധ്യമത്തെ നന്നായി ഉപയോഗിക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം പണ്ട് കുട്ടികൾക്ക്, ഞങ്ങളൊക്കെ ചെറിയ കാലത്ത് ടെലിവിഷന് ദൂരദർശനൊക്കെ തുടക്കകാലത്ത് ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ പൂമട്ടുകൾ എന്നൊക്കെ പറയുന്ന ചെറിയ ഒരു പരിപാടിയാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ചാനലുകൾ എത്ര എണ്ണമുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികളെ ചാനലിൽ നിന്ന് അകറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതല്ല ടെലിവിഷൻ എന്നോ ഉള്ള ഒരു ചിന്താഗതി ഇന്നില്ല.
ചെറിയ കുട്ടികളെയൊക്കെ അമ്മമാര് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മാധ്യമമായി ടെലിവിഷൻ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ടെലിവിഷൻ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നും കൂടി നമ്മൾ ചിന്തിക്കുന്നത്. നല്ല രീതിയിൽ എങ്ങനെ ടെലിവിഷൻ ഉപയോഗിക്കാം. ടെലിവിഷൻ ആണെങ്കിലും ഏത് മാധ്യമമാണെങ്കിലും നമുക്കറിയാം, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് നന്മയിലേക്ക് നമ്മളെ നയിക്കും. ഇപ്പോൾ ടെലിവിഷനിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അത് ടെലിവിഷനിൽ മാത്രമല്ല, എന്തിൽ വേണമെങ്കിലും ഉണ്ട്. ഇപ്പോൾ നല്ല പരിപാടികൾ കാണുന്നത് നമ്മളെ നല്ലവരാക്കും, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലവരാക്കും എന്നുള്ളതൊക്കെ പറയുന്നത് ലോക തത്വങ്ങളാണ്. ടെലിവിഷനെ കുറിച്ച് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര നല്ല ചാനലുകളാണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മനുഷ്യരെയും ജീവജാലങ്ങളെയും കുറിച്ചൊക്കെ പറയുന്ന നിരവധി ചാനലുകളുണ്ട്. നാഷണൽ ജോഗ്രഫിക്, ഹിസ്റ്ററി ചാനല്, ആനിമൽ കിങ്ഡം, അങ്ങനെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിവിൻ്റെ ഒരു ഭണ്ഡാരം തന്നെയാണ് ടെലിവിഷൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. പക്ഷെ നമുക്കിത് കാണാൻ വളരെ താല്പര്യക്കുറവുണ്ട്. നമുക്കെപ്പോഴും നാടകീയമായ അല്ലെങ്കിൽ വൈകാരികമായ തലത്തിലുള്ള പരിപാടികളാണ് കാണാൻ ഇഷ്ടം. അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ അമ്മമാരെയും വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവരെല്ലാവരും സീരിയലിന് അടിപ്പെട്ടിരിക്കുകയാണ്, പരമ്പരകളുടെ മുന്നിൽ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെയാണ് വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം അതിനകത്തിരിക്കും. അപ്പം അതിനകത്തിപ്പം നമ്മൾ പുതിയ കാലത്ത് പറയാറുണ്ട്, ഇതൊരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ സത്യാനന്തര കാലമാണെന്ന്. അപ്പം നമ്മൾ വാർത്തയിൽ നിന്ന് ഒരു ദിവസം കേൾക്കുമ്പം സന്ധ്യയ്ക്ക് ശേഷമുള്ള പല പരിപാടികളും നമ്മൾ കാണുമ്പോൾ യഥാർത്ഥ വാർത്ത എന്ന് പറയുന്നത് തന്നെയാണോ ഇതെന്ന് ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ സംശയം തോന്നാറുണ്ട്. പലപ്പോഴും ഓരോ ചാനലും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകളെ കൂട്ടാനായിട്ട് ഒക്കെ ചെയ്യുന്ന പല ഗിമ്മിക്കുകളും നമ്മൾ ഇതിലൊക്കെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണോ പിന്നെ നമ്മൾ കാണേണ്ടത്, ഇതൊക്കെയാണോ നമ്മൾക്ക് നല്ലത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചെങ്കിലേ പറ്റുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് തന്നെ അവർ ഇതിനെ ടെലിവിഷനെ കാണേണ്ട കാര്യമുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലം ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് കൂടി കടന്നു പോവാണ്. മനുഷ്യരാശി അതിൻ്റെ എന്താ പറയുക ഉണ്ടായതിനു ശേഷം ആഗോള വ്യാപകമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇങ്ങനെ എന്താ പറയുന്ന ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല. മനുഷ്യൻ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിനൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട്, കോവിഡിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചിട്ട ലോകം നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മനുഷ്യർക്ക് ഈ അടച്ചിടപ്പെടൽ കൊണ്ട് ഉണ്ടായ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇതിനെക്കാട്ടിയൊക്കെ ഏറ്റവും വലുത് ഇന്ന് മുതിർന്നവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വിഷമം നിങ്ങളെക്കുറിച്ചാണ്, കുട്ടികളെക്കുറിച്ചാണ്. രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് ഓടിപ്പോയിരുന്ന കുട്ടികൾ, അവിടെ ചെന്ന് കൂട്ടുകാരെ കണ്ട് കളിച്ച് മതിച്ച് രസിച്ച് നടന്നിരുന്ന കുട്ടികൾ, ടീച്ചർമാർ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ കേട്ട് വിജ്ഞാനമുണ്ടാക്കിയിരുന്ന കുട്ടികൾ, വളരെ സിസ്റ്റമാറ്റിക്കായി ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സത്യം പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ താറുമാറായിപ്പോയ ഒരവസ്ഥയാണ് ഈ കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. സ്കൂളുകൾ തുറക്കാൻ ശ്രമിച്ച സ്ഥലങ്ങളിലൊക്കെ വീണ്ടും കോവിഡ് കൂടിയെന്ന് പറഞ്ഞ് പലരും വീണ്ടും ലോക്ക്ഡൗണിലേക്കും കുട്ടികളെ വീട്ടിനുള്ളിലേക്കുമൊക്കെ ഇരുത്താൻ ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ ഒരു നിങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ അടുത്ത് പോലും കളിക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യമാണുള്ളത്. പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളില്ലാണ്ടായി, പിന്നെ പരിചയമുള്ള കുട്ടികളോട് അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നത് പോലും നമുക്ക് പോയി കേൾക്കാൻ പറ്റാതായി. ഈ അവസരത്തിൽ നമ്മളെ സഹായിച്ചത് ആരാണ്? ടെലിവിഷനാണ് അല്ലേ. ടേഴ്സ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലാണ് കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും ആശ്വാസം കൊണ്ടുവന്നത്. ടീച്ചർമാർ പാഠഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പഠന പ്രക്രിയയിൽ നിന്ന് ടോട്ടലി കട്ട് ഡൗൺ ആകുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ദിവസവും കുറച്ചെങ്കിലും സമയം പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകാനും പരീക്ഷകളും അത്തരം കാര്യങ്ങളും ഒക്കെ വരുമ്പം പഠിത്തത്തിൻ്റെ ഒരു ത്രെഡ് വിട്ടുപോകാതെ കൊണ്ടുപോകാനും ഒക്കെ നമ്മളെ സഹായിച്ചത് ടെലിവിഷനാണ്. ഈ നമ്മൾ പറഞ്ഞ നേരത്തെ വിഡ്ഢിപ്പെട്ടി എന്നൊക്കെ കളിയാക്കിയിരുന്ന ഈ പെട്ടിയാണ് ഇപ്പം നമുക്ക് ആകപ്പാടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികളെ സഹായിക്കാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചീത്ത കാര്യം മാത്രമല്ല ടെലിവിഷനുള്ളത്, നല്ലതുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ വെല്ലുവിളി. അത് ഓരോ മനുഷ്യനും വിചാരിച്ചേ പറ്റുള്ളൂ. നമ്മളുടെ സമയം വിലപ്പെട്ടതാണ്, നമുക്കറിയാം. കടന്നു പോകുന്ന ഒരു നിമിഷം പോലും തിരിച്ചു വരില്ല.
അപ്പൊ നമ്മൾ 3-4 മണിക്കൂർ ഇരുന്ന് ഈ പെട്ടിയുടെ മുന്നിലിരിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം, നമ്മളുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കുന്നതായിരിക്കണം, കൂടുതൽ അറിവുള്ളതാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ, നല്ല പാട്ട് കേൾക്കുന്നത് പോലെ, നല്ല TV പരിപാടികൾ കാണാൻ ഉള്ള ഒരു സംസ്കാരം നമുക്ക് ടീച്ചർമാർക്ക് സഹായിക്കാൻ പറ്റും, വീട്ടിലുള്ളവർക്ക് സഹായിക്കാൻ പറ്റും. കുട്ടികളെ അത് കുട്ടികൾ വളർത്തിയെടുക്കണം. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പരിപാടികൾ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് ടെലിവിഷൻ പരിപാടികളിൽ കൂടി കാണാൻ പറ്റും. അതൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായകമാണ്. അതിനുള്ള ഒരു മാധ്യമമായി ടെലിവിഷനെ നമ്മൾ കണക്കിലെടുക്കുകയും ആ ടെലിവിഷനെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം, അതിനെ ഉപയോഗിക്കുകയും വേണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നോവലിൻ രൂപത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാധ്യമങ്ങൾക്ക് എന്താണ് ഈ കുട്ടികളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. അതായത് പത്രം ഒരു കഥാപാത്രമാണ്, റേഡിയോ ഒരു കഥാപാത്രമാണ്, ടെലിവിഷൻ ഒരു കഥാപാത്രമാണ്. ഓരോരുത്തരും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് ഞങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന്. പത്രത്തിൽ വരുന്ന എഡിറ്റോറിയൽ വായിക്കുക, പത്രത്തിൽ വരുന്ന വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ വായിക്കുക, അതൊക്കെ കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണെന്ന് പത്രം പറയുന്നു. റേഡിയോ പറയുന്നു ഞാൻ ഒരുപാട് നല്ല പരിപാടികൾ വിജ്ഞാനത്തെക്കുറിച്ച്, വിജ്ഞാനമുണ്ടാക്കുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ പക്ഷേ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്ന് റേഡിയോ പറയുന്നു. അപ്പോൾ ഏറ്റവും സങ്കടം പറയുന്നത് ടെലിവിഷനാണ്. ടെലിവിഷൻ പറയുന്നത് എൻ്റെ പോലെ ഇത്രയും നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമമില്ല. പക്ഷേ ആരും തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ എന്നെ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. എന്നെ എല്ലാവർക്കും ആവശ്യം അവരുടെ സമയം പോക്കാനായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ടെലിവിഷൻ പറയുന്നതായിട്ടാണ് ആ നോവല്, കുട്ടികളുടെ ഒരു ചെറിയ നോവലിൽ. അപ്പം അതുതന്നെയാണ് എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്. ടെലിവിഷൻ എന്ന് പറയുന്നത് വലിയ ഒരു സാധ്യതയാണ്. ആ സാധ്യതയെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ സാധ്യതയുടെ ഒരു സഹായിയായി നമ്മൾ നിലനിർത്തണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ലോക ടെലിവിഷൻ ദിനത്തിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പം എന്തായാലും നമ്മളെല്ലാവരും വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ അടഞ്ഞു കിടക്കുന്ന കാലത്തിൽ കൂടി കടന്നു പോവാണ്. എത്ര കാലം ഇനിയും ഇങ്ങനെ പോണ്ടി വരും ഇതുവരെ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലെ സ്വീകരണ മുറിയിലിരിക്കുന്ന ആ ചെറിയ പെട്ടിയിൽ എന്തൊക്കെ തരത്തിൽ നമ്മളെ ആ ചെറിയ പെട്ടിക്ക് സഹായിക്കാൻ പറ്റും നോക്കുക. ആ ചെറിയ പെട്ടിയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് നമ്മളെ എത്രമാത്രം നല്ലവരാക്കാൻ പറ്റും, എത്രമാത്രം അറിവുള്ളവരാക്കാൻ പറ്റും, എത്രമാത്രം വിജയികളാക്കാൻ പറ്റും എന്ന് ശ്രമിക്കുക. എല്ലാവർക്കും ടെലിവിഷൻ ദിനാശംസകൾ. ദൃശ്യമാധ്യമങ്ങളും കൊറോണ കാലത്തെ പഠനവും ഇതുവരെ സംസാരിച്ചത് പ്രശസ്ത എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ ശ്രീമതി KA ബീന. তোমার অনুশোচনা হয় না? কি হয় না? অনুশোচনা। অত শব্দ কথা বুঝি না। അഫ്സോസ് ബോঝോ? സത്യജിത് റേ സംവിധാനം ചെയ്ത അപൂർ സൻസാർ എന്ന ചിത്രത്തിലൂടെ വന്ന് അദ്ദേഹത്തിന്റെ തന്നെ 20ഓളം ചിത്രങ്ങളിലും മറ്റു പ്രശസ്തരായ സംവിധായകരുടെ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്ത സൗമിത്ര ചാറ്റർജി നവംബർ 15-ന് അദ്ദേഹത്തിന്റെ 85-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. মানে না নয়ন কেন ফিরে ফিরে চায়, কে যেন ডেকেছে അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. मिले सुर मेरा तुम्हारा तो सुर बने हमारा सुर की नदियां. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയി ആചരിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള വ്യക്തികളുടെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് ദേശീയോദ്ഗ്രഥന ദിനം നമ്മൾ ആചരിക്കുന്നത്.
ഇംഗ്ലീഷ് ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതോർക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഇന്ന് നമുക്ക് ഹിന്ദി ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സാഹിത്യ के विभिन्न विधाएं और उसका विश्लेषण നമ്മുടെ സ്കൂളിലെ ഹിന്ദി അധ്യാപിക ശ്രീമതി ശ്രീമ എം വി സംസാരിക്കുന്നു. नमस्कार. साहित्य की अनेक विधाएं हैं, जैसे कहानी, कविता, नाटक, पटकथा, उपन्यास, डायरी, पत्र, रपट, पोस्टर, समाचार आदि. पहले पटकथा के बारे में सुनिए. एक फिल्म निर्माण की संपूर्ण रूपरेखा पटकथा में होती है. पटकथा वह कथा है जो पट टेलीविजन फिल्मांकन के लिए लिखी जाती है. पटकथा लिखते समय 4 बातों पर ध्यान देना है. पहला, पटकथा में दृश्य का वर्णन. दृश्य का वर्णन वर्तमान काल में लिखा जाता है. पटकथा की पूर्णता उसकी प्रभावशाली दृश्यांकन से होती है. दूसरा, समय और स्थान का विवरण, पात्रों का उल्लेख. तीसरा, पात्रों की उम्र, वेशभूषा, चाल चलन, हाव भाव आदि का विवरण. चौथा, स्वाभाविक और पात्रानुकूल संवाद. इन 4 तत्वों पर ध्यान देना है. नवीं कक्षा के हिंदी पुस्तक में टीवी नामक पटकथा है. नमूने के रूप में वह पढ़ ले सकता है. अब मैं डायरी लिखने के बारे में बताती हूँ. डायरी में तारीख की सूचना होना है. डायरी में व्यक्ति विचारों का भूत और भविष्य के साथ संबंध हो सकता है. डायरी में विचारों को क्रमबद्ध रूप से लिखने की आवश्यकता नहीं. डायरी व्यक्तिगत है, इसलिए उसकी रूपरेखा की भी व्यक्तिगत विशेषताएं होगी. डायरी में प्रश्नवाचक, वाक्यांश, अपूर्ण वाक्य आदि वाक्यों के कई रूपों का प्रयोग किया जाता है. डायरी की भाषा आत्मनिष्ठ होती है. पोस्टर कैसे तैयार करें, इसके बारे में सुनिए. संदेशों, सूचनाओं आदि के संप्रेषण के लिए पोस्टर तैयार किया जाता है. पोस्टर कई प्रकार के होते हैं, जैसे संदेशवाहक, कार्यक्रम संबंधी, सूचना परक आदि. यहाँ कार्यक्रम संबंधी पोस्टर के बारे में बताती हूँ. पोस्टर के शीर्षक संपूर्ण आशय को सूचित करने वाला होना चाहिए. पोस्टर में समय, स्थान, दिनांक का उल्लेख होना चाहिए. विषय की सूचना मोटे अक्षर में होना है. रूप सज्जा पोस्टर के संदेश के अनुकूल हो. अगला, पत्र. व्यक्तिगत पत्र लिखते समय किन किन बातों पर ध्यान देना चाहिए, इसके बारे में सुनिए. स्थान और तारीख का उल्लेख. अनुकूल संबोधन, जैसे प्रिय मित्र, प्यारे दोस्त. सही शुरुआत, जैसे प्रणाम, नमस्कार. विषय का उल्लेख, विषय विस्तार. सही समाप्ति, जैसे सबको मेरा प्यार. स्वनिर्देश, जैसे तुम्हारा मित्र, तेरी सहेली. पाने वाले का पता. अगला है रपट. रपट से किसी घटना की जानकारी मिलती है. घटना से संबंधित सारी सूचनाएं रपट में होनी चाहिए, जैसे घटना कब हुई, घटना कहाँ हुई, घटना कैसे हुई, घटना क्यों हुई, संबंधित व्यक्ति कौन कौन है. घटना का वर्णन वस्तुनिष्ठ होना चाहिए. रपट का शीर्षक संक्षिप्त हो. शीर्षक रपट के आशय का सूचक हो. रपट खंभे में लिखी जाती है और शीर्षक उसी के मुताबिक निर्धारित किया जाता है. रपट की भाषा वस्तुनिष्ठ और स्पष्ट हो, अलंकृत न हो. टिप्पणी लिखते समय ध्यान देने की बातें. विषय की पहचान, आशयों की क्रमबद्धता, उचित भाषा शैली, शीर्षक होना चाहिए. धन्यवाद. സാഹിത്യ की विभिन्न विधाएं और उसका विश्लेषण. ഹിന്ദി ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് നമ്മുടെ സ്കൂളിലെ ഹിന്ദി അധ്യാപിക ശ്രീമതി ശ്രീമ എം വി.
something because you really want to do it. If you are doing it just for the God and don't enjoy the path, then I think you are cheating yourself. സ്ത്രീകളുടെ മാത്രമല്ല, ലക്ഷ്യമുള്ള ആർക്കും മാതൃകയാക്കാവുന്ന കൽപ്പന ചൗളയുടെ വാക്കുകളാണിവ. ആകാശങ്ങളെ സ്വപ്നം കണ്ട പെൺകുട്ടി, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗളയുടെ ആദ്യ യാത്ര നവംബർ 19 ഈ ആദ്യ യാത്രയുടെ സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജമാകട്ടെ. പൗർണമി പെണ്ണേ, വയസ്സെത്ര പെണ്ണേ, ഉലകങ്ങൾ പൂക്കുന്ന 16, ഉന്മാദം പെയ്യുന്ന 17. പൗർണമി പെണ്ണേ, വയസ്സെത്ര പെണ്ണേ. സിനിമ എന്ന വാക്ക് ഉച്ചരിക്കപ്പെടുന്ന കാലത്തോളം ജയന് മരണമില്ല. മലയാള സിനിമയുടെ ഹൃദയസ്പന്ദനമായ ജയൻ വിടവാങ്ങിയിട്ട് നവംബർ 16 40 വർഷം തികയുന്നു. ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എഴുന്നിട്ടില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. ശാപമോക്ഷം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങളിലൂടെ മലയാള മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. ഗ്രൂപ്പുകളില്ലാതെ ആക്ഷൻ രംഗങ്ങളും സ്റ്റണ്ടും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത ജയൻ കരുത്തിന്റെയും പുരുഷ സൗന്ദര്യത്തിന്റെയും പൂർണ്ണ രൂപമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളുടെ സ്മരണാഞ്ജലികൾ. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി പുതുതലമുറയ്ക്ക് സമ്മാനിക്കുന്നത് നിരവധി രോഗങ്ങളാണ്. രക്തസമ്മർദ്ദവും പ്രമേഹവും അമിതവണ്ണവും തുടങ്ങി ഹൃദ്രോഗങ്ങൾ വരെ നീണ്ടുനിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം കൂടുതൽ ഭക്ഷണവും കുറഞ്ഞ അധ്വാനവുമാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനമായിരുന്നു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു 8E ക്ലാസ്സിലെ ദേവനന്ദ KM. ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം ജീവിതശൈലി രോഗങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന കേരളം ഇന്ന് രോഗങ്ങളുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞു. ലോകത്ത് നിലവിലുള്ള ഏത് രോഗത്തിന്റെ ശരാശരി കണക്കെടുത്താലും മുൻപന്തിയിൽ മലയാളിയുണ്ട്. പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ക്യാൻസറുമെല്ലാം നമ്മുടെ സന്തത സഹചാരികളായി മാറിക്കഴിഞ്ഞു. ചെറുപ്പക്കാരും കുഞ്ഞുങ്ങൾ പോലും ഇന്ന് രോഗികളായി മാറുന്ന കാലമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യതിയാനം തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രധാനമായും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം തന്നെ. സ്വന്തം മണ്ണിൽ എല്ലുമുറിയെ പണി ചെയ്ത് പല്ലുമുറിയെ തിന്ന മലയാളി അല്ല ഇന്നത്തെ മലയാളി. ഇന്ന് നമ്മുടെ ആളുകൾക്ക് ശാരീരികമായ അധ്വാനം തീരെ ഇല്ലാതായിരിക്കുന്നു. കാർഷിക മേഖലയെ പതിയെ നാം കൈയൊഴിഞ്ഞു കളഞ്ഞു. സ്വന്തം വീട്ടുവളപ്പിലെ ഒരു തെങ്ങിന് തടമെടുക്കണമെങ്കിൽ നമുക്ക് ബംഗാളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ജോലിക്കാർ വരണം. പണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വന്നില്ലെങ്കിൽ നമുക്ക് പച്ചക്കറി ഇല്ല. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന പച്ചക്കറിയും മറ്റുമാകട്ടെ അമിത രാസവളവും കീടനാശിനി പ്രയോഗവും മൂലം വിഷലിപ്തവുമാണ്. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ അമിതമായ തോതിൽ വിഷാംശം എത്തുന്നു. നമ്മൾ വാങ്ങി തിന്നുന്ന പഴങ്ങളും ഇത്തരത്തിലുള്ളതാണ്. നമ്മുടെ തൊടിയിലുള്ള മാവും പ്ലാവും നെല്ലിക്കയുമെല്ലാം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ഫലവൃക്ഷങ്ങളും ചെടികളും പൂവിടുന്നത് മുതൽ കായാകുന്നത് വരെയുള്ള കീടനാശിനി പ്രയോഗവും പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുമെല്ലാം മാരകമായ വിഷമാണ്. എൻഡോസൾഫാനും ഫ്യൂരിഡാനുമെല്ലാം നമ്മുടെ
ശരീരത്തെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഴത്തിലും പച്ചക്കറിയിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരം വിഷപ്രയോഗം. നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടികൾ എല്ലാം തന്നെ വിഷമയമായി കഴിഞ്ഞു. മാത്രമല്ല, ഇന്ന് വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് താല്പര്യം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ്. വളർന്നു വന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ ആരോഗ്യത്തെ കുറച്ചൊന്നുമല്ല വിനയായി തീർന്നിരിക്കുന്നത്. ഇത്തരം ഭക്ഷണശൈലിയിൽ വന്ന മാറ്റമാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ഭക്ഷണശൈലിയിൽ വന്ന മാറ്റം പോലെ നമ്മുടെ അധ്വാന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വ്യായാമവും കാര്യമായി നമ്മൾ ചെയ്യുന്നില്ല. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഒഴിവു സമയം അത്രയും ടിവിക്കും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നു. കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിലേക്കും പരിസരത്തിലേക്കും നടന്നു പോയ കാലവും കടന്നുപോയി. ഇത്തരത്തിൽ വ്യായാമമില്ലാതെ ഐസ്ക്രീമും ടിൻഫുഡും ലേസും കൊക്കക്കോളയും പെപ്സിയും കഴിച്ചു വളരുന്ന കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ രോഗികളായി മാറുന്നു. എൻഡോസൾഫാന്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. ഇന്ന് എത്ര കുട്ടികളാണ് ക്യാൻസറിന്റെ പിടിയിൽ അമരുന്നത്? വൃക്കരോഗവും സർവത്ര സാധാരണമായി കഴിഞ്ഞിരുന്നു. കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവുമെല്ലാം വിഷമയമായി കഴിഞ്ഞു. ഒരു തിരിഞ്ഞു നടത്താൻ നമുക്ക് അനിവാര്യമാണ്. ബോധപൂർവം നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിച്ചേ മതിയാകൂ. ആരോഗ്യമുള്ള ജീവിതം നമുക്ക് അവകാശപ്പെട്ടതാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് നാം തിരിച്ചറിയണം. ശാരീരിക മാനസിക ആരോഗ്യം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നാം ഉപേക്ഷിക്കണം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കണം. നമുക്ക് ആവശ്യമായ പച്ചക്കറിയും മീനും നാം നട്ടു വളർത്തണം. കൃത്യമായ വ്യായാമം ചെയ്യാൻ നാം പരിശീലിക്കണം. ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് രൂപം നൽകാൻ നാം ഒന്നിച്ചു പ്രവർത്തിക്കണം. നന്ദി. ജീവിതശൈലി രോഗത്തെപ്പറ്റി ചില കാര്യങ്ങൾ പങ്കുവച്ചത് ദേവനന്ദ KM 8E. ഒരു ചിന്തകൻ എന്ന നിലയിൽ അക്രമരഹിത പ്രതിരോധം എന്ന ആശയത്തിൽ ഊന്നൽ നൽകിയ ലിയോ ടോൾസ്റ്റോയ് ഇങ്ങനെ പറഞ്ഞു: "Everyone thinks of changing the world, but no one thinks of changing himself." അഹിംസാ മാർഗം പിന്തുടർന്ന മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ് തുടങ്ങിയവർ വലിയൊരു അളവോളം അദ്ദേഹത്തോട് ആശയപരമായി കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു നവംബർ 20. ആ മഹാപ്രതിഭയുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നേഹ വിനോദ്. ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ചേരാൻ ഇടം ബാക്കിവെച്ച് 10 ആസിയൻ രാജ്യങ്ങളും ചൈന, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയും മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ബംഗാളി സിനിമയിലെ ഇതിഹാസ നടൻ സൗമിത്ര ചാറ്റർജി അന്തരിച്ചു. തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്തവണ പൊതുവിഭാഗത്തിൽപ്പെടുത്തി പുനർക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണയ നടപടികൾ അടുത്ത ആഴ്ച ആരംഭിച്ചേക്കും. മലയാളത്തിൽ നിന്ന് 65 സിനിമകൾ ഈ മത്സര രംഗത്തുണ്ട്. തുടർച്ചയായി 8ാം ദിവസവും രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000-ൽ താഴെയായി. അമേരിക്കയിലും യൂറോപ്പിലും വീണ്ടും കോവിഡ് കേസുകൾ കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കുറയുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗോവയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ATK മോഹൻ ബഗാൻ 1-0 തോൽപ്പിച്ചു. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലൂയിസ് ഹാമിൽട്ടൺ മൈക്കിൾ ഷൂമാക്കറിന്റെ റെക്കോർഡിന് ഒപ്പമെത്തി. സ്കൂൾ വാർത്തകൾ. സ്കൂളിനൊപ്പം രക്ഷാകർതൃ ശാക്തീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ ശ്രീ MC രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ മുൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ശ്രീ KR അശോകൻ നിർവഹിച്ചു. സ്കൂൾ SRG കൺവീനർ ശ്രീ AK ഗംഗാധരൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പരിപാടിക്ക് ശ്രീ ബഷീർ T സ്വാഗതവും ശ്രീ നവാസ് മന്നൻ നന്ദിയും അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം വരെ സ്കോളർഷിപ്പ് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/11/2020 ആണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ലോകമെങ്ങുമുള്ള പുരുഷ സമൂഹത്തിന്റെ ആരോഗ്യത്തെയും
ക്ഷേമത്തെയും പ്രതിപാദിക്കുന്നതാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ മെൻസ് ഡേ പ്രമേയം. ശാരീരികവും വൈകാരികവും സാമൂഹികവും ആത്മീയവുമായ തലങ്ങൾക്കൊപ്പം മാനസികാരോഗ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബോധവൽക്കരണമാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. വൈകിയാണെങ്കിലും വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ആശംസകൾ. ഞങ്ങളുടെ ഈ ശബ്ദത്തിന് ജീവൻ ലഭിക്കുന്നത് നിങ്ങൾക്ക് പരിചിതരായ ചിലരുടെ അധ്വാന ഫലമാണ്. ഇന്നത്തെ വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിർവഹണം നവാസ് മന്നൻ, രചന ആദിലക്ഷ്മി SV, ഏകോപനം രാജീവ് MK, ശബ്ദ സംശോധനം മിശ്രണം നമിത NC. ചില വിടവാങ്ങൽ അത്യാവശ്യമാണ് പുതിയ തുടക്കത്തിനു വേണ്ടി. അടുത്തയാഴ്ച പുതുപുത്തൻ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.